പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. യേശു താഴ്ത്തി കൊടുക്കപ്പെട്ട രാത്രി അപ്പം എടുത്തു കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്ത് അരുളി ചെയ്തു, ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അതിൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിനു ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിഭജിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവർ തന്നെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. പ്രിയജനമേ, ഇസ്രായേലേ, സ്നേഹത്തിൻ തിരുവചനം കേൾക്കുന്നില്ലേ? ഉണരുക ജനമേ, നിങ്ങൾ ഉണരുക വേഗം. കർത്താവിനരുളും വചനം കേൾക്കണമിതാ, ഹൃദയമൊരുക്കിടാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്കറിയാം, അതിയായ സന്തോഷത്തോടെ എന്നതുപോലെ വസ്ത്രങ്ങളൊക്കെ ഇട്ട് മനോഹരമായിട്ട് രണ്ട് ഒരു മിടുക്കിയും പള്ളിയിലേക്ക് വന്നിരിക്കും. നോക്കുമ്പോൾ തീർച്ചയായിട്ടും സംശയവും വേണ്ട, മാതാപിതാക്കളെ പോലെയുണ്ട്. ഒന്ന് രണ്ട് ചോദ്യങ്ങൾ വെച്ച് തുടങ്ങാൻ നിങ്ങൾക്ക്. ആദ്യത്തെ ചോദ്യം, ഇത് തിരുസഭകളിൽ വിശുദ്ധ തിരുനാൾ ആഘോഷിക്കുന്നത് ആരുടെ തിരുനാളാണ്? വാർത്ത കേട്ടോ, കുഴപ്പമില്ല. ഇന്ന് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള കേട്ടോ, അത് നിങ്ങൾക്ക് പറഞ്ഞത്. മറ്റൊരു ചോദ്യം, നിങ്ങളുടെ ഇപ്പോൾ വരെ എത്ര സാക്രമെന്റ്സ് സ്വീകരിച്ചു? How many sacraments did you receive so far? Or have you received so far? One? No, two. ഇല്ലേ? ഉപസാരം നടത്തിയില്ലേ? അത് സാക്രമെന്റ് അല്ലേ? അപ്പോ എന്താ, മാമോദീസ സ്വീകരിച്ചു, ഉപസാരം നടത്തി, ഇനിയിപ്പോൾ രണ്ട് സാക്രമെന്റ്സ് കൂടി സ്വീകരിക്കാൻ പോകുന്നു അല്ലേ? ഏതൊക്കെയാണ്? ആദ്യ കുർബാനയും കൊള്ളാം. അപ്പോ ഇന്ന് 4 ഉദാശകൾ പൂർത്തിയാക്കാണ് അല്ലേ? ഓക്കെ, ഒത്തിരി ചോദ്യങ്ങൾ ഞാനെ കുറിച്ച് ചോദിക്കുന്നില്ല, വിഷമിപ്പിക്കുന്നില്ല. പക്ഷെ ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാം. സാക്രമെന്റ്സ് ഓഫ് ഇനീസിയേഷൻ എന്ന് പറയുന്നത് ക്രൈസ്തവ ജീവിതത്തിൽ, അതായത് അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ മാമോദീസ, കുർബാന, സ്ഥൈര്യലേപനം. ദൈവത്തിന്റെ പുത്രനായ പുത്രിയായിട്ട് എപ്പോഴും ജീവിതത്തിൽ ജീവിക്കും. ഏത് തരത്തിലുള്ള പൈശാചികമായി മറ്റു സ്വാധീനങ്ങൾ കടന്നു വന്നാൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ നല്ല കുട്ടികളായിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർക്ക് വിധേയപ്പെട്ട് പഠിക്കുന്നവൻ സമയത്ത് പഠിച്ച്, പ്രത്യേകിച്ച് ബാലനായ യേശുവിനെ പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും മനുഷ്യരെയും പ്രീതിയിലും വളർന്നു വരുമ്പോൾ ദൈവം നിങ്ങളോടൊപ്പം ഉണ്ടാകും. അതാണ് ഈ ഇന്നത്തെ തിരുക്കർമ്മങ്ങളിലൊക്കെ ശക്തമായ അടയാളം. അതോടൊപ്പം നമുക്കറിയാം, ഇന്ന് നിങ്ങൾ പുതിയ വീട്ടിലേക്ക് ആയി താമസിക്കുകയാണ്. വൈദ്യു പറഞ്ഞു 10-15 ദിവസം അവിടെ ഉണ്ടാകുമ്പോൾ വെച്ച് ഞങ്ങൾ പോവാണ്. എന്നിരുന്നാലും പുതിയ വീടിനൊരു സ്വപ്നമാണ് എല്ലാവരുടെയും. അതായത് സ്വന്തം ഭവനത്തിൽ കയറി താമസിച്ച് ഒരുമിച്ച് ജീവിക്കുക, ഒരുമയും സ്നേഹവും ഐക്യവും നമ്മൾ ആസ്വദിക്കുക. ഇതെല്ലാം ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ഇടപെടൽ കൊണ്ടാണ്. അപ്പോൾ ആ ദൈവത്തെ നന്ദിയോടെ ഓർത്തുകൊണ്ട് നല്ല സഹോദര്യ സ്നേഹത്തിലൊക്കെ ജീവിക്കുമ്പോൾ അവിടെ നമുക്കറിയാം, വചനം പറയുന്നത് 2-3 പേർ എൻ്റെ നാമത്തിൽ ഉള്ളിടത്തിൽ പ്രാർത്ഥിക്കുന്നത് ചോദിക്കുന്നതെന്തും നാമത്തിലെടുത്ത് അവിടെ ഞാനുണ്ടായിരിക്കും, ദൈവസാന്നിധ്യം ഉണ്ടായിരിക്കും. അപ്പോൾ ആ ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് മിടുക്കരായി വളരുവാനുള്ള എല്ലാ കൃപ നിങ്ങൾക്ക് നൽകട്ടെ. എല്ലാവിധ അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.
മിശിഹായേ, കുർബാനയിലുള്ള ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്നും നിന്റെ ശരീരരക്തങ്ങൾ യോഗ്യതപൂർവ്വം സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും എന്നരുളി ചെയ്ത മിശിഹായേ, ഹൃദയപരിശുദ്ധി പാലിച്ചുകൊണ്ട് നീതി വളരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ കോപത്തിൽ വീഴരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. മാമോദീസ സ്വീകരിച്ച ജെറോം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പൂർണ്ണനാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തു. മാമോദീസ സ്വീകരിച്ച ജോവാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പൂർണ്ണയാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരുന്നു. കർത്താവായ ദൈവമേ, ദാസൻ സ്വീകരിച്ച ജീവദായകമായ അടയാളവും പരിശുദ്ധാത്മാവിന്റെ കൃപാവരപൂർണ്ണതയും ഇവർ ആരംഭിച്ചിരിക്കുന്ന നവജീവിതവും ധരിച്ചിരിക്കുന്ന നീതിയുടെ കവചവും ശത്രുവിന്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് ഈ ദാസനെ സംരക്ഷിക്കട്ടെ. മിശിഹായുടെ ദിവ്യബലികളും ജീവിതത്തിലുള്ളതിൽ പ്രസരിക്കുവാൻ ഇവർക്ക് ഇടയാക്കുകയും ചെയ്യട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ആത്മീയ ആനന്ദത്തിന്റെയും സൗഭാഗ്യത്തിന്റെ അടയാളമായി ജപവും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജീവന്റെ കിരീടം അണിയിക്കപ്പെടുന്നു. ആത്മീയാനന്ദത്തിന്റെയും സൗഭാഗ്യത്തിന്റെ അടയാളമായി ജോവാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജീവന്റെ കിരീടം അണിയിക്കപ്പെടുന്നു. ആമേൻ.
മിശിഹായുടെ രക്തമേ, മിശിഹായുടെ വിലാപിലെ വെള്ളമേ, മിശിഹായുടെ കഷ്ടാനുഭവമേ, നല്ല ഈശോ അങ്ങേ തിരുമുറിവുകളുടെ കയ്യിൽ അങ്ങയിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ ദുഷ്ടശത്രുക്കളിൽ നിന്ന് എൻ്റെ മരണനേരത്ത് അങ്ങേ വിശുദ്ധന്മാരുടെ അങ്ങേ സ്തുതിക്കുന്നതിന് ഹൃദയശാന്തികളിൽ ഈശോ ക്രിസ്തുവിന്റെ അനുയായികളായ നമുക്ക് ക്രിസ്തുവിന്റെ നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടേതല്ലാതെ ക്രിസ്തുവിന് ലോകത്തിൽ മറ്റ് ശരീരമില്ല. സ്നേഹപൂർവ്വം മറ്റുള്ളവരെ പരിചരിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടത്തേക്ക് കരങ്ങളില്ല. നന്മ ചെയ്ത് സഞ്ചരിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടത്തേക്ക് കാലുകളില്ല. കരുണാപൂർവ്വം ജനങ്ങളെ കടാക്ഷിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടത്തേക്ക് കണ്ണുകളില്ല. ആശ്വാസവചനങ്ങൾ ഉച്ചരിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടത്തേക്ക് നാവുകളില്ല. സ്നേഹാസക്തമായ ലോകത്തെ സ്നേഹിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടത്തേക്ക് ഹൃദയമില്ല. പ്രപഞ്ചത്തിന്റെ കേന്ദ്രബിന്ദുവായ മിശിഹായെ ഞങ്ങൾ മുഴുവനായി അങ്ങേ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിത സമർപ്പണത്തെ ലോകത്തിന്റെ ദൈവവും ഭൂമിയുടേതുമായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഞാൻ ജീവിക്കുന്നു ക്രിസ്തുവാണ് ജീവിക്കുന്നത്. ഞങ്ങൾ ഏറ്റു പറയുന്നു. ദിവ്യനാഥ ഞങ്ങൾ ജീവിക്കുകയും ഇന്നും എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ദിവസവും എൻ്റെ മരണനേരത്തും ഞാൻ ഏൽപ്പിക്കുന്നു. അങ്ങേ പരിശുദ്ധമായ സ്ഥലവും യോഗവും മൂലം എൻ്റെ എല്ലാ പ്രവൃത്തികളും വിചാരങ്ങളും അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. അങ്ങയുടെയും അങ്ങേ പ്രിയപുത്രരുടെയും ഇഷ്ടാനുസരണം നിയന്ത്രിക്കപ്പെടുന്നതിന് എൻ്റെ പ്രത്യാശകളും ആശ്വാസങ്ങളും എൻ്റെ പരീക്ഷകളും ദുരിതങ്ങളും എൻ്റെ സ്നേഹവും താല്പര്യങ്ങളും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ആമേൻ. ആമേൻ.